ഹലോ. അപ്പം ഞാനും അമ്മയും കൂടി പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൻ്റെ പേര് മങ്ങാട്ടുകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ്. ഞാൻ അമ്മയെ അത് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും സ്വാതന്ത്ര്യത്തോടെ അവരെ മാത്രമല്ല നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആസ്വദിക്കാനും അവർക്കേ പറ്റത്തുള്ളൂ. അപ്പം അത് ഈ കാണുന്നതാണ് അമ്പലം. വലിയൊരു കുളവുമുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് കുളം മുഴുവൻ ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ വെള്ളം മൊത്തം കലങ്ങിയിട്ടുമുണ്ട്. പിന്നെ അത് ഈ കാണുന്നത് എൻ്റെ നീലയമ്മ കേട്ടോ. ഇവർ മാതൃസമിതിയുടെ ആളുകൾ അവിടെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഫുള്ള് പുല്ലൊക്കെ നിറഞ്ഞ് കാട് പിടിച്ചിട്ടിരിക്കുക. അപ്പം നീലയമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ. അപ്പം അത് പറിക്കുകയാണ് രണ്ടുപേരും കൂടി. അപ്പോൾ അവർ രണ്ടുപേരും മാത്രം വിചാരിച്ച് അത് മുഴുവൻ ഇന്ന് പറിച്ച് ക്ലീനാക്കാൻ പറ്റൂല. അപ്പോൾ അവരുടെ ശ്രമം മതിയാക്കി തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ പോവാട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ അമ്പലത്തിൽ സമൂഹാരാധന ഉണ്ടാവും. അത് ഓരോ വീക്കിലും ഓരോരുത്തരുടെ വകയായിട്ടായിരിക്കും അത് കഴിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ വകയായിരുന്നു. അമ്മ നെയ്യപ്പൊക്കെ ചുട്ട് ഇവിടുന്ന് ചായയൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കും. ഇവർ മാതൃസമിതിയുടെ കുറേ പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി അമ്പലത്തിൽ നിന്ന് ചായയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു 5-5:30 5:45 ആകുമ്പോഴേക്കും ഇവിടെ ഒരുപാട് പേര് വരും തൊഴാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണു തന്നെയാണ്. പിന്നെ ഭഗവതി ദേവി ഉണ്ട്, അതുപോലെ ശ്രീ ഗണേശനുണ്ട്, നാഗദൈവങ്ങളും അയ്യപ്പനും ഉണ്ട്. ഈ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. അമ്പലത്തിൻ്റെ ചുറ്റിലും വയലാണ്. അതിൻ്റെ നടുക്കായിട്ടാണ് ഈ അമ്പലം വരുന്നത്. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് പക്ഷികളൊക്കെ ആയിട്ട് ഇതേ വയലിൽ ഇങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വയലിൻ്റെ സൈഡിലായിട്ടൊരു തോടും അവിടെ അതിലൊരു വഴിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ സൈഡിൽ കൂടെ ആട്ടോ. അതായത് ഇവരൊക്കെ മാതൃസമിതിയുടെ ആളുകളും ഈ അമ്പലത്തിൻ്റെ ചുറ്റിലും ഉള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അമ്പലത്തിലേക്ക്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ ഇവിടെ കുളത്തിൽ ചാടാനും നീന്തൽ പഠിക്കാനൊക്കെ വരും കേട്ടോ. അത് കാണാൻ അതൊന്നും നോക്കിയിരിക്കാൻ നല്ല രസമാണ്. മഴയൊക്കെ ഉള്ള സമയത്ത് ചില ദിവസങ്ങളിൽ നമ്മൾ വരാറുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടോളൂ.